നമസ്കാരം. ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി വിദ്യാഭ്യാസ മന്ത്രിയുമായ അതിഷി മർലീനയുടെ വീട്ടിൽ ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം എത്തി നോട്ടീസ് നൽകി മടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. സംഘം ഇവിടെ എത്തുമ്പോൾ അതിഷി മർലീന വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി നേരിട്ട് നോട്ടീസ് നൽകാൻ എത്തും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒരു ഗുരുതര ആരോപണം BJPക്കെതിരെ ഉയർത്തിയത്. ആം ആദ്മി പാർട്ടിയുടെ MLA-മാരെ BJP വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു. 7 MLA-മാരെ BJP ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. 25 കോടി രൂപ BJP ഇവർക്ക് വാഗ്ദാനം ചെയ്തു തുടങ്ങി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. പക്ഷേ ഇതിനൊന്നും തന്നെ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അതിന് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയിലെ കരുത്തയായ അതിഷി മർലീനയും ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. BJP വീണ്ടും ഓപ്പറേഷൻ ലോട്ടസ് നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നായിരുന്നു അതിഷിയുടെ ആരോപണം. പക്ഷേ ഈ സംഭവത്തിൽ BJPയുടെ MLA-മാർ, ദില്ലിയിലുള്ള MLA-മാർ എല്ലാവരും തന്നെ ഇത് തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ദില്ലി പോലീസിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ തെളിവ് ഹാജരാക്കൂ എന്നുകൂടി ദില്ലിയിലെ BJP MLA-മാർ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇവർ ദില്ലി പോലീസിന് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. പക്ഷേ ഈ സമയത്ത് അവിടെ നോട്ടീസ് നൽകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് സ്റ്റാഫുകൾ ആരും തന്നെ ഇത് കൈപ്പറ്റാനും സമ്മതിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു കേസിൽ, അതായത് ആം ആദ്മി പാർട്ടിയുടെ MLA-മാരെ BJP വിലക്കെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണത്തിനെതിരെയുള്ള വലിയ നീക്കങ്ങളാണ് തലസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ED നടപടികളുടെ ഭാവി എന്താകുമെന്നും വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.